വൈകുന്നേരം വിശക്കാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ എന്താ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് നേന്ത്രപ്പഴം ഉണ്ടായി കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ച്, അതായത് നമ്മൾ ബിഗ് ബനാന അതിനെ ആദ്യം ബോയിലാക്കിയിട്ടുണ്ട്. പിന്നെ 3 ജാഗറി എടുത്തിട്ടുണ്ട്, നമ്മൾ വെള്ളം. അപ്പോൾ അതിനെ നല്ലപോലെ കൈക്ക് എടുത്തിട്ടുണ്ട് ഫസ്റ്റ്. എന്നിട്ട് അതിന് ഇതുപോലെ ആക്കാൻ വെച്ചിട്ടുണ്ട്, അതായത് അതന്നെ. അങ്ങനെ അതിന് ശേഷം തേങ്ങ എടുക്കാൻ പോയതാ. കൂടുതൽ നോക്കുമ്പോൾ തേങ്ങയില്ല, ബാക്കി എല്ലാം ഉണ്ട്. ഏടെ പോകുമ്പോൾ പിന്നെ ഇതുണ്ടാവുക നമ്മളെപ്പുറം പോട്ട് സാരിയില്ല. അങ്ങനെ തേങ്ങ കിട്ടിയിട്ടുണ്ട്. തേങ്ങ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്, അതായത് ഉരിച്ചിട്ടുണ്ട്. അങ്ങനെ തേങ്ങ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ആക്കുന്നുണ്ട്. പിന്നെ വെള്ളത്തിൽ മധുരം ഉണ്ടാവാൻ നോക്കുന്നത് ഞാനാണ്. നല്ല മധുരം ഉണ്ട് എന്നുള്ള തിന്ന് നിൽക്കുന്നുണ്ടാണ്. അതിനുശേഷം നമ്മൾ റെഡിയായ വെള്ളത്തിനാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം നമ്മൾ കുറുക്കിയെടുക്കുക. ഓക്കെ. അപ്പോഴത്തേക്ക് ബനാനെല്ലാം ബോയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മളിങ്ങനെ അതിൻ്റെ എന്താ പറയുക, തൊലി അത് മാറ്റി. പിന്നെ എല്ലാം എൻ്റെ തൊലി ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട്. കൈ പൊള്ളിയിട്ടാണ് നിൽക്കാൻ പറ്റില്ല, നല്ല ചൂടുണ്ടായി. അപ്പോൾ എന്തായാലും പൊള്ളില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുശേഷം നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ട് അതിനേക്ക് നമ്മൾ ജാഗ്രി ഉണ്ടല്ലോ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അതിനിങ്ങോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബനാന അതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ കുറുക്കിയെടുക്കണം. ടോട്ടലി ഒന്ന് കുറുക്കിയെടുക്കുക. നല്ല രസമില്ല കാണാൻ ഇങ്ങനെയൊക്കെ. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാണ്ട് നല്ല പോലെ കുറുകി വരണം. അങ്ങനെ അത് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങ കൊണ്ട് നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് വെച്ച ഗൈസ് നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട്. കഴിച്ച് നോക്കാണ്. ഭയങ്കര ചൂടാട്ടോ. അതായത് ആ ജാഗ്രീൻ്റെ ആ ചൂടുണ്ടല്ലോ, അതായത് വെള്ളത്തിൻ്റെ ചൂട് അത് നല്ലോണം ഉള്ളതുകൊണ്ട് കൈ പൊള്ളുന്നുണ്ട്. നല്ലോണം തണിനതിന് ശേഷം കഴിച്ചാൽ തണുത്താലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ബാക്കി നാളെ ബായ്.